വലിയ ഹൈപ്പില്ലാതെ വന്ന മൂവിയാണ് ലാലേട്ടന്റെ തുടരും. നമുക്കറിയാം എമ്പുരാന് മുമ്പ് റിലീസ് ചെയ്യേണ്ട മൂവിയായിരുന്നു. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ട് തിയേറ്ററുകാർ ആ ഒരു മൂവി തൽക്കാലത്തേക്ക് എടുത്തില്ല. എമ്പുരാൻ കൊണ്ടുവന്ന് ഹിറ്റ് ആയതിനു ശേഷമാണ് ഡേറ്റ് ആയത് മെയ്. ഓക്കെ, കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ സോനമേടും ലാലേട്ടനുമായിട്ടുള്ള കോംബോ വരുന്നത്. പണ്ടോട്ട് ഈ ഒരു കോംബോ വിജയകരമായ പല മൂവികളും വന്നിട്ടുള്ളതാണ്. ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് CI ജോർജ് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്, CI ജോർജ് സാർ. അദ്ദേഹമാണ് വേറെ ലെവല്. അദ്ദേഹം ഈ ജാതി വില്ലൻ വേറെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ടൈമാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. പുള്ളിക്ക് കുറെ ആഡ് കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി വോഡാഫോൺ ഐഡിയയുടെ ഒക്കെ ആഡ് ചെയ്ത ആളായിരുന്നു. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ആഡ് നിർമ്മിത കമ്പനിയും കൂടിയുണ്ട്. പടം ഒന്നുമില്ല, പടം വേറെ ലെവലാണ്. പടം ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി പോയിട്ട് സെക്കൻഡ് ഹാഫ് ആണ് പടം വേറെ ഒരു ത്രില്ലിങ്ങും കാര്യങ്ങളും ലാലേട്ടന്റെ ആ സ്റ്റണ്ടിങ്ങും എല്ലാം ഇതിന്റെ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒറ്റക്കൊമ്പനായിട്ട് ലാലേട്ടൻ എന്ന് പറയാം, ഒറ്റക്കൊമ്പൻ. മറ്റേത് പുലിമുരുകനാണെങ്കിൽ ഇത് ഒറ്റക്കൊമ്പനാണ്, ഒറ്റക്കൊമ്പൻ. പടം ടോട്ടൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കളർഫുള്ളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഉണ്ട്. പാട്ട് തന്നെ നമുക്ക് MG ശ്രീകുമാറിന്റെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പാട്ടും കൂടി ഇതിന്റെ അകത്ത് കേൾക്കാൻ വേണ്ടി പറ്റി. ഏതായാലും ബിഗ് സല്യൂട്ട് തരുൺ മൂർത്തി ലാലേട്ടനെ തിരിച്ചുകൊണ്ടുവന്നു.